ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലോണം പഴുത്തിട്ട് കളർ ചേഞ്ച് ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു മധുരമുള്ള ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം കട്ടാക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളൊരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒരു 3 ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് വേറെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ കോഴിമുട്ട മിക്സിലോട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ചപ്പാത്തി ഓരോന്നും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഏത് പാനിലാണോ തയ്യാറാക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഓരോ ലെയറായിട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, തേങ്ങയും പഴത്തിൻ്റെ ആ ഒരു ഫില്ലിങ്, അത് ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് ഉണ്ടാക്കിയില്ല, അതിലോട്ട് കാഷ്യൂ നട്ട്സ്, പിന്നെ അതേപോലെ തന്നെ കോഴിമുട്ട ചിക്കിയത്, ഇതൊക്കെ ചേർക്കാം. അതെല്ലാം നമ്മുടെ ഐഡിയക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ തയ്യാറാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം കറുത്ത് പോയ പഴമൊക്കെ വെറുതെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മൂന്നാമത്തെ ലാസ്റ്റ് ചപ്പാത്തി കൂടെ നമ്മൾ ഇതേപോലെ ഈ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു കോഴിമുട്ടയുടെ മിക്സ് മുകളിലോട്ടായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടിയിൽ വേണ്ടാത്തൊരു ഒഴിവാക്കിയിട്ടുള്ളൊരു തട്ട് എന്തെങ്കിലും വെച്ചിട്ട് വേണം. ഗ്യാസിൽ ഡയറക്റ്റ് ഒരു തട്ട് വെച്ചതിന് ശേഷം പാൻ വെച്ച് കൊടുക്കാവും കുറച്ചുകൂടെ നല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ വല്യമ്മ രാത്രിത്തേക്കുള്ള ഉപ്പേരിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ വേറെയും പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ആരെങ്കിലും ഇതിനു മുന്നേ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.